50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിലേക്ക് മടങ്ങാണ്. വീണ്ടും കാലുകുത്താൻ പോവാണ്. എന്നാൽ ഇത്തവണത്തെ യാത്ര വെറുമൊരു യാത്രയല്ല. ഇന്നലെ, അതായത് 2026 ഏപ്രിൽ 1 വിക്ഷേപിച്ച ആർട്ടിമിസ് 2 ദൗത്യം വിജയിച്ചാൽ മാത്രമേ അടുത്ത ഘട്ടമായിട്ടുള്ള ചന്ദ്രനിലിറങ്ങല് സാധ്യമാകൂ. എന്തുകൊണ്ടാണ് ഈ ദൗത്യം ഇത്രത്തോളം സാങ്കേതിക പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്തരം ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ ഡെയിലി കിട്ടാനായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ചന്ദ്രനിലേക്ക് വീണ്ടും മനുഷ്യരെത്തിക്കാനുള്ള ആർട്ടിമിസ് പ്രോഗ്രാം പ്രധാനമായിട്ടും ആസൂത്രണം ചെയ്തിരിക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഇതിൽ ആദ്യത്തേതായിരുന്നു ആർട്ടിമിസ് 1. 2022 നടന്ന ഈ ദൗത്യം മനുഷ്യരില്ലാത്ത ഒരു പരീക്ഷണമായിരുന്നു. റോക്കറ്റിന്റെയും പേടകത്തിന്റെയും കരുത്ത് പരിശോധിക്കുന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ആർട്ടിമിസ് 2-ലാണ്. ഇന്നലെ വിക്ഷേപിച്ച ഈ പേടകത്തിൽ കമാൻഡർ റീഡ് വൈസ്മാൻ, പൈലറ്റ് വിക്ടർ ഗ്ലോവർ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ ക്രിസ്റ്റ്യന കോക്ക്, ചന്ദ്രനിലേക്ക് പോകുന്ന ആദ്യ വനിതയാണ്, പിന്നെ ജെറമി ഹാൻസൺ എന്നിവരുമുണ്ട്. ഈ യാത്രികർ ഇപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. പകരം 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ ഈ ഓറിയൻ പേടകത്തിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, മനുഷ്യർക്ക് സുരക്ഷിതമാണോ എന്നൊക്കെ ഇവർ നേരിട്ട് പരിശോധിക്കും. ചന്ദ്രന്റെ മറുവശത്ത് കൂടി 4700 മൈൽ ദൂരം സഞ്ചരിച്ച് അവിടുത്തെ ഭൂഗുരുത്വാകർഷണം ഉപയോഗിച്ച് സ്വാഭാവികമായിട്ട് ഭൂമിയിലേക്ക് തിരികെ വരുന്ന ഫ്രീ റിട്ടേൺ പ്രൊജക്ടറി, ഇതുവഴിയാണ് ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. പേടകത്തിന് എന്തെങ്കിലും സാങ്കേതിക തകരാർ സംഭവിച്ചാൽ പോലും സുരക്ഷിതമായിട്ട് ഈ പാതയിലൂടെ ഭൂമിയിലേക്ക് എത്താൻ സാധിക്കും. ഈ ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നതോടെ ആർട്ടിമിസ് 3-ലേക്കുള്ള വഴി തെളിയും. ഈ ആർട്ടിമിസ് 2 കൊടുക്കുന്ന ഡാറ്റ ഉപയോഗിച്ച് 2026 അവസാനത്തിലോ 2027 നടക്കുന്ന ദൗത്യത്തിലാണ് നമ്മൾ വീണ്ടും ചന്ദ്രനിലെത്തുക. എല്ലാം സക്സസ് ആയാൽ അന്ന് 2 യാത്രികർ ഓറിയോൺ പേടകത്തിൽ നിന്ന് ഒരു ലാൻഡറിലേക്ക് മാറി ചന്ദ്രന്റെ സൗത്ത് പോളിൽ ഇറങ്ങും. എന്നാൽ ഇപ്പോൾ പോയ ആർട്ടിമിസ് 2 സുരക്ഷിതമായിട്ട് ഏപ്രിൽ 11 ഇവിടെ തിരിച്ചെത്തണം. തിരിച്ചെത്തിയാൽ അടുത്ത ദൗത്യത്തിന് ഉപയോഗിക്കുന്ന ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലാൻഡർ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് തയ്യാറായി തുടങ്ങും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചന്ദ്രനിൽ ഇറങ്ങാം.